ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട്. ആവശ്യക്കാരന് ഔചിത്യമില്ല. കുടിച്ചവന് കരിമ്പ് പിടിച്ചത് ഇരുമ്പ്. കുടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം. കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം. സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട്. സ്ട്രൈക്ക് വൈൽ, കാറ്റുള്ളപ്പോൾ തൂറ്റണം, അതാണോ? ഓക്കെ, വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധൂപം, ഭൃംഗം. ഓക്കെ, ഭൃംഗം, അളി, ഭ്രമരം ഉണ്ടോ? മധൂപം, ഭൃംഗം. 1, 3 നോക്കാം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു, വിലപിടിപ്പുള്ള വസ്തു, അത്യാവശ്യമുള്ള വസ്തു, നാശകരമായ വസ്തു. ഏട്ടിലെ പശു വിലപിടിപ്പുള്ള വസ്തുവാണോ? വിപരീത പദം എഴുതുക. ഉന്മീലനം. ഉന്മീലനത്തിന്റെ വിപരീത പദം എന്താ? നിമീലനം, ആലാപനം, ഉന്മൂലനം, അപഘ്രദനം. നിമീലനാണോ? ഒറ്റ പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആരാണ്? ജിജ്ഞാസു അല്ലേ? വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? ആർക്കിടൈപ്പ്, സബ്ജുഗേഷൻ, പ്രോമിസ്ക്യൂസ്, പ്രോസ്ട്രേഷൻ. ടൈപ്പ് ഇതാണോ? പ്രോമിസ്ക്യൂസ്. ഷീ സഫറിംഗ് ഫ്രം thanatophobia. Thanatophobia. The word thanatophobia means fear of death, fear of snakes, darkness, heights. Thanatophobia. Thanato, darkness, heights, snakes. Snakes are. The antonym of the word callous is important, compassionate, silly, selfless. The antonym of the word callous is ഇമ്പോർട്ടന്റ്, കമ്പാഷനേറ്റ്, സില്ലി, സെൽഫ്ലെസ്. ഇതിൽ ഏതായിരിക്കും? സില്ലി ആണോ? He is a big cheese, Diana told me. Big cheese means an energetic person, an influential person, a clever person, a silly person. I think an influential person. Okay. Despite facing numerous obstacles, she displays a remarkable dash throughout the challenging project. Despite facing numerous obstacles, she displayed remarkable impatience, tenacity, apathy, inconsistency. Tenacity, impatience, apathy, tenacity. Tenacity ആണോ? 6 കറക്റ്റ് ആണ്. ഓക്കെ. സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട്. ഓക്കെ, കാറ്റുള്ളപ്പോൾ തൂറ്റണം. ഓക്കെ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നതിന്റെ അർത്ഥം എന്താ? യു ഹാവ് ടു ഹോൾഡ് യുവർ ആസ് ടു സീ ദി തിങ്. പുകയുള്ളിടത്ത് തീയുണ്ട്. വേർ ദർ ഈസ് സ്മോക്ക് ദർ ഈസ് ഫയർ. പോകൽ കടുപ്പമാകുമ്പോൾ കടുപ്പമുള്ളത് പോകുന്നു. വെൻ ദി ഗോയിങ് ഗെറ്റ്സ് ടഫ്, ദി ടഫ് ഗെറ്റ്സ് ഗോയിങ്. ദി സ്ട്രൈക്ക് വൈൽ ദി അയൺ ഈസ് ഹോട്ട് എന്നതിന്റെ മലയാളം പഴഞ്ചൊല്ല് കാറ്റുള്ളപ്പോൾ തൂറ്റണം. ഓക്കെ. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞ എല്ലാം വണ്ടിന്റെ പര്യായ പദങ്ങളാണ്. അളി, ഭ്രമരം, മധൂപം, ഭൃംഗം. അളി, ഭ്രമരം, മധൂപം, ഭൃംഗം, വണ്ട്. ഓക്കെ. അഗ്രജൻ എന്താണ്? അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. കങ്കണം എന്ന് പറഞ്ഞാൽ എന്താ? വള, വലയം, കടകം. ഓക്കെ. ഗണപതി. ഗണപതിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഗജാനനൻ, വിനായകൻ, വിഘ്നേശ്വരൻ, ഗണാധിപൻ, ലംബോദരൻ, ഏകദന്തൻ. ഓക്കെ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പ്രയോജനമില്ലാത്ത വസ്തു. പ്രയോജനമില്ലാത്ത വസ്തുവാണ് ഏട്ടിലെ പശു. അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല, പുറമേ കാണുന്നതല്ല കാര്യം. കാണുന്നതിലല്ല കാര്യം. അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല, പുറമേ കാണുന്നതിലല്ല കാര്യം. അത്തും പുത്തും പറയുക. അത്തും പുത്തും പറയുക എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനരഹിതമായി സംസാരിക്കുക. അനക്കമില്ലായ്മ, ഒന്നും സംഭവിക്കാതിരിക്കുക. ഓക്കെ. വിപരീത പദം എഴുതുക. ഉന്മീലനം, അതിന് വിപരീതം എന്താ? നിമീലനം എന്നാണ്. ആരോഹണം, വിപരീത പദം അവരോഹണം. ആര്യൻ, അനാര്യൻ. ആവിർഭാവം, തിരോഭാവം. ആവൃതം, അനാവൃതം. ആസ്ഥ, അനാസ്ഥ.
ഇകഴ്ത്തൽ പുകഴ്ത്തൽ, ഇമ്പം തുമ്പം, ഇമ്പം തുമ്പം, ഇളപ്പം വലുപ്പം, ഈദൃശ്യം താദൃശം, ഉഗ്രം ഉഗ്രം ശാന്തം, ഉചിതം അനുചിതം, ഉച്ചം നീചം. ഓക്കെ, ഒറ്റ പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസുവാണ്. ഇഹലോകത്തിലുള്ളത് ഐഹികമാണ്. ഇഹലോകത്തിലുള്ളത് ഐഹികം. ഉദ്യോഗ സംബന്ധമായത് എന്താണ്? ഔദ്യോഗികം. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ അഭ്യുദയ ആകാംക്ഷി. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം. എല്ലാ ജനങ്ങൾക്കും ഹിതകരമായ എന്നതിന്റെ എന്താ ഒറ്റപദം എന്താ? സാർവജനീനം. എല്ലാ ജനങ്ങൾക്കും ഹിതകരമായ സാർവജനീനം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഓക്കെ, വിച്ച് വേർഡ് ഈസ് സ്പെൽഡ്? ഓക്കെ, പ്രൊമിസ്ക്യൂസ്. കറക്റ്റ് സ്പെല്ലിംഗ് എന്താ? പ്രൊമിസ്ക്യൂസ് എന്നാണ്. PROMI ആണ്, ഇ അല്ല. MISCUOUS. Meaning of promiscuous, of a person having lots of different sexual partners or sexual relationships, or of sexual habits involving lots of different partners. Usage example: it was general knowledge that Lori had been promiscuous in her youth. Okay. Archetype, ARCHETYPE. Subjugation, SUBJ ആണ്, G അല്ല, JUGATION. Prostration, PROSTRATION. Okay. She is suffering from thanatophobia. The word thanatophobia means fear of death ആണ്. thanatophobia, fear of death. Fear of snakes എന്താണ്? Ophidiophobia എന്നാണ്. Fear of darkness എന്താ? Nyctophobia. Fear of heights എന്താ? Acrophobia. Okay, the antonym of the word callous is compassionate എന്നാണ്. Callous means showing or having an insensitive and cruel disregard for others. Antonym are kind, compassionate, caring, sympathetic, etc. Okay, he is a big cheese. Diana told me. Big cheese means an influential person. The big cheese, an important person in a company or an organization with a lot of influence. Example: he left business school and became a big cheese in the city. Okay, despite facing numerous obstacles, she displayed remarkable tenacity throughout the challenging project. Okay, tenacity is the quality displayed by someone who just will not quit, who keeps trying until they reach their goal. Impatience, the tendency to be impatient. Irritability or restlessness. Apathy, lack of feeling or emotion. Inconsistency, lack of consistency or agreement. Incompatibility. Okay. നെക്സ്റ്റ് നമുക്ക് 197 നോക്കാം. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റ പദം എന്താണ്? വൈയാകരണൻ. വ്യാകരണകാരൻ, വ്യാകരണികൻ, വൈയാകരണനാണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം നേതി, നേത്രാരി, നേത്രി, നേതി, നേത്രാരി, നേതാവ്. നേതിയാണോ? മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ, പ്രകാശിതം, തൈജസകീടം, ഗഗ്യോതം. എല്ലാം ശരിയാണ് തോന്നുന്നുണ്ട്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വഞ്ചകൻ, പോരാളി, യോദ്ധാവ്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകനാ തോന്നുന്നുണ്ട് അല്ലെ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദം ഏതാണ്? ധനം. അർത്ഥം, വിത്തം, അർദ്ധം, ആനനം. അർത്ഥം. വിത്തം, ആനനം. വിത്തം തോന്നുന്നുണ്ട്, രണ്ട് മാത്രം ശരിയാവുന്നുണ്ട്. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Valuable asset അല്ലേ? The negotiations between the two countries finally dash after weeks of discussions and the war began.
The negotiations between the two countries finally broke up after weeks of discussion and war began. Broke out, broke down, broke through. Okay. The detective's ability to notice the dash details led to the solving of the complex mystery. The detective's ability to notice the inconspicuous, salient, ostensible, conspicuous, salient details led to inconspicuous, I think so. Okay, the bargains between the two companies reached a dash when they failed to agree on terms of the partnership. The bargains between the two companies reached a dead end, turning point, green light, last straw, dead end, when they failed to, I think bargains reached when they failed to agree on the terms of partnership. Turning point, I think so. Okay, she showed dash concern for the environmental issues by actively participating in tree planting campaigns. She showed conscious concern, unconscious, conscious. Okay, I think this one. Only 4 are correct. ഓക്കെ, വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം വൈയാകരണൻ എന്നാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പിപ്പട്ടിഷു. കാണുന്നയാള് പ്രേക്ഷകനാണ്, പ്രേക്ഷകൻ. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. ശോഭിച്ചവൻ ശുഭിതൻ. അതിരില്ലാത്തത് നിസീമം, നിസീമം. ഓക്കെ. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? നേത്രിയാണ്, നേത്രി. പുല്ലിംഗം സ്ത്രീലിംഗം. ഓക്കെ. ഗൃഹികൻ ഗൃഹിണി, ഗൃഹിണി. ഇടയൻ ഇടയത്തി. ഗണകൻ ഗണിക, ഗണിക. ലേഖകൻ ലേഖിക. ഓക്കെ. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് തൈജസ കീടം, അതേപോലെ ഗഗ്യോതം. പര്യായ പദങ്ങൾ: അഗ്നി, പാവകൻ, അനലൻ, വഗ്നി. അഗ്നിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സിനോണിംസ് ഏതൊക്കെയാണ്? പാവകൻ, അനലൻ, വഗ്നി. അടയാളത്തിന്റെയോ? ചിഹ്നം, മുദ്ര, അംഗം. അമൃത്, പീയൂഷം, സുധ. അതുപോലെ സുധ. അരയന്നത്തിന്റെയോ? ഹംസം, അന്നം, മരാളം. കനലിന്റെയോ? കനലിന്റെ തീക്കട്ട, അങ്കാരം. കനവിന്റെയോ? കിനാവ്, സ്വപ്നം. കനിവിന്റെയോ? അലിവ്, ദയ, കരുണ. ഓക്കെ. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വഞ്ചകനാണ്, വഞ്ചകൻ. വാക്കിന്റെ അർത്ഥം: മാലേയം, ചന്ദനമാണ്. മാലേയം, ചന്ദനം. പയസ് എന്ന് പറയുന്നത് പാലാണ്, പാല്. കരരുഹം എന്ന് പറയുന്നത് നഖം എന്നാണ് അർത്ഥം, നഖം. ചന്ദ്രകാന്തം, നിലാവാണ്. ചന്ദ്രകാന്തം, നിലാവ്. അക്കാരം എന്താണ്? പഞ്ചസാര. പാതേയം, പൊതിച്ചോറ്. നക്രം എന്ന് പറയുന്നത് മുതലയാണ്, മുതല. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതൊക്കെയാണ്? അർത്ഥം, അതേപോലെ വിത്തം. അർത്ഥം, വിത്തം. ധനമാണ്, ധനം. ക്ഷണനം എന്ന് പറഞ്ഞതാ? ക്ഷണനത്തിന്റെ പര്യായ പദങ്ങളാണ് വധം, കൊല, നിഹനം. നിലാവ്, ചന്ദ്രിക, കൗമുദി, ചന്ദ്രകാന്തം. നിലാവ്, ചന്ദ്രിക, കൗമുദി, ചന്ദ്രകാന്തം. യാഗത്തിന്റെയോ? യജ്ഞം, അധ്വരം. യാഗം, യജ്ഞം, അധ്വരം. തോണിയുടെയോ? വഞ്ചി, നൗക, വള്ളം. യുദ്ധത്തിന്റെയോ? അടർ, പോര്, രണം. ചൂതിന്റെയോ? ദ്യുതം, ദേവനം. പക്ഷമത്തിന്റെയോ? പക്ഷമം, ഇമ, കൺപീലി. മഞ്ഞിന്റെയോ? പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. അടയാളം, അഭിജ്ഞാനം, ചിഹ്നം, അംഗം. അരയന്നത്തിന്റെ ഹംസം, ശ്വേതഗരുദം, ചക്രാംഗം. അമൃതത്തിന്റെ പീയൂഷം, സുധ. അമൃതം, പീയൂഷം, സുധ. ആമ്പലിന്റെ കുമുദം, കുവലയം, സാരഥം, കൈരവം. The diplomat's ability to speak multiple languages was considered a valuable asset in international negotiations. Liability means the state of being legally responsible for something. Hindrance means the state of being interfered with or held back or slowed down. Drawback means a feature that renders something less acceptable, a disadvantage, or a problem. Therefore, asset is the appropriate option because asset means a useful or valuable thing or person. Okay. The negotiations between the two countries finally broke down after weeks of discussions and the war began.
Okay, broke down എന്ന് പറഞ്ഞാൽ ഓഫ് എ റിലേഷൻഷിപ്പ് അഗ്രിമെന്റ് ഓർ പ്രോസസ് സീസ് ടു കണ്ടിന്യൂ കൊളാപ്സ്. ബ്രോക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ കം ടു എൻ എൻഡ് ആൻഡ് ഡിസ്പേഴ്സ്. ഓക്കെ, ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി. ബ്രോക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ മേക്ക് ഓർ ഫോഴ്സ് എ വേ ത്രൂ എ ബാരിയർ. The detective's ability to notice the dash salient details led to the solving of the complex mystery. Salient, most noticeable or important. Conspicuous, clearly visible എന്നാണ് അർത്ഥം. കോൺസ്പിക്യൂസിന്റെ അർത്ഥം ക്ലിയർലി വിസിബിൾ. ഒസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് ഓർ അപ്പിയറിംഗ് ടു ബി ട്രൂ ബട്ട് നോട്ട് നെസസറിലി സോ. ഇൻകോൺസ്പിക്യൂസ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർലി വിസിബിൾ ഓർ അട്രാക്ടിങ് അറ്റൻഷൻ. The bargains between the two companies reached a dead end, turning point, dead end, when they failed to agree on the terms of the partnership. Deadline, the latest deadline, the latest time or date by which something should be completed. Turning point, a time at which a decisive change in a situation occurs, especially one with beneficial results. Green light, green light, give permission to go ahead with a project. Last straw എന്ന് പറയുന്നത് a small burden that finally culminates with others to create an unbearable situation. Okay, she showed conscious concern for the environmental issues by actively participating in tree planting campaigns. Okay, conscious, aware of and responding to one's surroundings. Conscientious എന്ന് പറയുന്നത് wishing to do one's work or duty well and thoroughly. Subconscious എന്ന് പറഞ്ഞാൽ existing in the mind but not immediately available to consciousness. Unconscious എന്ന് പറഞ്ഞാൽ not awake and aware of and responding to one's environment. Okay, thank you for listening me. We'll see you in next video. Thank you very much.